നമസ്കാരം. രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെ അതീവ ജാഗ്രതയിലാഴ്ത്തിക്കൊണ്ട് ദില്ലിയിലെ ചെങ്കോട്ട ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുവാൻ പദ്ധതിയിട്ട ഭീകരനെ ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന പിടികൂടി എന്ന വാർത്ത പുറത്തുവരികയാണ്. ജനുവരി 25-ന് നവ്സാരിയിലെ ചാർപുൽ മേഖലയിൽ നിന്ന് പിടിയിലായ ഫൈസാൻ ഷെയ്ഖ് എന്ന യുവാവ് അന്താരാഷ്ട്ര ഭീകര സംഘടനകളായ ജെയ്ഷെ ഇ മുഹമ്മദ്, അൽ ഖ്വയ്ദ എന്നിവയുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ഉത്തർപ്രദേശിലെ രാംപൂർ ജില്ലാ സ്വദേശിയായ ഇയാൾ കഴിഞ്ഞ 3-4 വർഷമായി ഗുജറാത്തിൽ താമസിച്ചു വരികയായിരുന്നു. രാജ്യത്ത് ഭീതി പടർത്തുന്നതിനും പ്രമുഖ വ്യക്തികളെ വധിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വലിയൊരു ഭീകരവാദ ശൃംഖലയുടെ ഭാഗമായിരുന്നു ഇയാളെന്ന് വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായി സോഷ്യൽ മീഡിയ വഴിയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയും ഇയാൾ തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നുവെന്ന് ATS നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിൻ്റെ പ്രസംഗങ്ങളും വിഘടനവാദ ആശയങ്ങളും ഫൈസാൻ ഷെയ്ഖിനെ സ്വാധീനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഉത്തർപ്രദേശിൽ നിന്ന് ഏകദേശം 30,000 രൂപ നൽകി ഒരു പിസ്റ്റളും 6 കാട്രിഡ്ജുകളും ഇയാൾ നിയമവിരുദ്ധമായി കൈക്കലാക്കി. നിർദ്ദിഷ്ട വ്യക്തികളെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ നടത്തി സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇയാളുടെ പ്രാഥമിക ലക്ഷ്യം. ഇതിനായി പ്രത്യേക മതവിഭാഗങ്ങൾക്കെതിരെയോ ആശയങ്ങൾക്കെതിരെയോ സംസാരിക്കുന്ന വ്യക്തികളെ ഇയാൾ നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച അന്വേഷണ സംഘത്തിന് ഇയാളുടെ വിപുലമായ ഓൺലൈൻ ഇടപെടലുകളെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. അൽ ഫൈസൺ ഗാസ എന്ന പേരിൽ ഉൾപ്പെടെ നിരവധി ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ വഴിയാണ് ഇയാൾ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. കൂടാതെ എൻക്രിപ്റ്റഡ് മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലഗ്രാം വഴി ജെയ്ഷെ മുഹമ്മദ്, അൽ ഖ്വയ്ദ എന്നിവയുമായി ബന്ധപ്പെട്ട രഹസ്യ ഗ്രൂപ്പുകളിൽ ഇയാൾ അംഗമായിരുന്നു. മുഹമ്മദ് അബൂബക്കർ എന്നറിയപ്പെടുന്ന ഒരു ഹാൻഡലറുമായി ഇയാൾ നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നതായും ഇതിൽ റിക്രൂട്ട്മെൻറ്റ് താൽപ്പര്യങ്ങളും ആക്രമണ പദ്ധതികളും ചർച്ച ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുക എന്ന വിഘടനവാദ അജണ്ടയുടെ ഭാഗമായുള്ള ജിഹാദിസ്റ്റ് പ്രചാരണങ്ങളിലും ഇയാൾ സജീവമായിരുന്നു. വിവിധ പേരുകളിൽ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചാണ് ഇയാൾ ഇത്രയും നാൾ അധികൃതരുടെ കണ്ണ് വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. എന്നാൽ ATS കൃത്യസമയത്ത് നടത്തിയ നീക്കത്തിലൂടെ രാജ്യതലസ്ഥാനത്തെ ചെങ്കോട്ട ലക്ഷ്യമിട്ടുള്ള വലിയൊരു ഭീകരാക്രമണ പദ്ധതിയാണ് പരാജയപ്പെട്ടത്. നിലവിൽ ഫൈസാൻ ഷെയ്ഖിനെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം അഥവാ UPA അടക്കമുള്ള നിയമങ്ങൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ആയുധ നിയമപ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇയാൾക്ക് ലഭിച്ച സാമ്പത്തിക സഹായങ്ങൾ, ആയുധങ്ങൾ എത്തിച്ചു നൽകിയവർ, മറ്റ് സംസ്ഥാനങ്ങളിലെ കണ്ണികൾ എന്നിവരെ കണ്ടെത്താനായി ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനകളും വിപുലമായ അന്വേഷണവും തുടരുകയാണ്. രാജ്യസുരക്ഷയിൽ വലിയൊരു വീഴ്ച ഒഴിവാക്കുവാൻ ഈ അറസ്റ്റിലൂടെ സാധിച്ചുവെന്ന് ഗുജറാത്ത് പോലീസ് അറിയിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.